ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫംഗ്ഷന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാനും മോളും കൂടി രാവിലെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കാപ്പി ചപ്പാത്തിയും, ഇന്നലെ വാങ്ങിയ ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചിരുന്നു, അത് മതി. അവൻ ഒരു ചപ്പാത്തിയും മോൻ ഒരു ചപ്പാത്തിയും കഴിച്ചുകൊണ്ട് പോയി. രാവിലത്തെ അന്തരീക്ഷം ഇതാണ്. രാവിലെ കോള് മാറി കിടക്കുന്നു, ഇരുട്ടായി കിടക്കുന്നു. എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, ഭയങ്കര തണുപ്പും മഴയായിട്ട് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. നല്ല തലവേദനയും ഉണ്ട് രാവിലെ. അപ്പോൾ ഫംഗ്ഷന് പോവുകയും വേണം. അത്രയും അടുത്ത ഫംഗ്ഷനാണ്, അപ്പോൾ പോവാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഞാനും അനിയത്തിയും നാത്തൂൻ്റെ മോളും ഞാനും മോളും കൂടിയാണ് പോകുന്നത്. നമ്മൾ പാങ്ങരാട് പോയി അനിയൻ വണ്ടി കൊണ്ടുവന്ന് നമ്മളെ പള്ളിമുക്കിലാക്കി തന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ് നമുക്ക് 9 മണിക്കാണ് അവിടെ നിന്ന് ബസ്. പാങ്ങനാടാണ് നമ്മൾ പോകുന്നത്. അവിടെ വന്ന് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ കയറി. ഒരു നേർച്ച ഫംഗ്ഷനാണ് അവിടെ. അപ്പം ഫ്രൂട്ട്സ് കടയിൽ കയറി. അപ്പം മാങ്ങയും പഴവും വാങ്ങിച്ച് അവിടെ നിന്ന് നമ്മൾ ബസ് കറക്റ്റ് 9 മണിയായപ്പം ബസ് വന്നു. അതിൽ കയറി നമ്മളവിടെ നിന്ന് അവിടെ എന്തോ ഒരു സ്ഥലപ്പേര് പറയും, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. എന്തര എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഇറങ്ങിയതാ നടക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പടച്ചോനെ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അപ്പം അനിയത്തി പറഞ്ഞ് നമുക്ക് നടക്കാമെന്ന്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ പറഞ്ഞു ഒരേ പോസ്റ്റ് എത്തപ്പോൾ ഓരോരുത്തർ വാങ്ങിക്കണമെന്ന്. ഞാൻ മാത്രം കള്ളത്തരം കാണിച്ച് അവർ 3 പേരും 2-3 പോസ്റ്റ് അപ്പോൾ വാങ്ങിക്കും. പിന്നെ 3 പേരും മാറിയും തിരിഞ്ഞും വെക്കണ്ട. ഞാനപ്പോൾ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഒന്നാമത് എൻ്റെ മൊണ്ടിക്കാല് വൈദ്യം പിടിച്ച് പിന്നും കൂടെ തിരിച്ച് വെച്ച കാലും കൂടെയാണ്. അതുകൊണ്ട് നോക്കി നടന്നില്ലെങ്കിൽ 10ൻ്റെ അന്ന് പോലും എഴുന്നേൽക്കില്ല. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് മാറ്റമുണ്ട്. നല്ല മുണ്ടലായിരുന്നു, അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ റെസ്റ്റ് ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോണതുണ്ട് പടച്ചോനെ, ഇങ്ങനെ ഒരു ദൂരമുണ്ടോ? ഇനി കയറാൻ പോകുന്ന മൊത്തം കുന്ന് ഇങ്ങനെ കിടക്കുന്ന റോഡിൽ അങ്ങനെ പോകണം. അപ്പം അനിയത്ത് പറയുന്നു ഞാൻ കള്ളത്തരം കാണിച്ച് ഞാൻ മാത്രം വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു എന്നാൽ നീ വീഡിയോ ഇടുന്നു പറഞ്ഞു. അങ്ങനെ 3 പേരും കൂടെ അങ്ങനെ വരിയായിട്ട് പോവുകയാണ്. കുത്തനെയുള്ള തേരിയാണ് ഇനി കയറാൻ പോകുന്നത്. നമ്മളവിടെ നടന്ന് അലച്ചെന്തായാലും അവിടെ എത്തിയപ്പോൾ നമ്മളവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓതാനായിട്ട് ഉസ്താദ് വന്ന്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പം എൻ്റെ അമ്മാവി അവരുടെ മാമിയുടെ ചേട്ടത്തിയുടെ മോളെ ഭർത്താവ് മരിച്ച് 1 വർഷമായി. അപ്പോൾ അതിൻ്റെ അതിനാണ് നമ്മൾ വന്നത്. അപ്പോൾ മാമി വന്നില്ല. മാമിക്ക് ബസ്സിലൊന്നും കയറാൻ ഇവിടെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാമി കൊണ്ടുവന്നില്ല. അനിയന് വരാനും പറ്റത്തില്ല, അല്ലെങ്കിൽ അനിയൻ കൊണ്ടുവന്നേനായിരുന്നു. അപ്പം നാത്തൂനൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ നാത്തൂൻ്റെ മോളാണ്. അപ്പോൾ അത് മാമി എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ പറയുന്നു എല്ലാവരെയും പിടി എല്ലാവരെയും വീഡിയോയിലിടാന്നൊക്കെ അവൾ ഇരുന്നുകൊണ്ട് പറഞ്ഞ് തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിക്കുള്ളൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ഇരുന്ന് നല്ലതുപോലെ തട്ടി വിടുന്നുണ്ട്. നാത്തൂൻ്റെ മക്കളാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നും പറയുകയാണ് എടി നമ്മളെയൊക്കെ വീഡിയോയിലിടണേ. ഭയങ്കര ബഹുമാനമാണ് കേട്ടാ. മാമിയാണ്, പക്ഷെ ഭയങ്കര ബഹുമാനമാണ്. എടി എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുമെന്നേ ഉള്ളൂ. ഭയങ്കര നല്ല സ്നേഹമുള്ള മക്കളാണ്. പിന്നെ നമ്മളാദ്യമേ കഴിച്ച്, ഞാനും നാത്തൂനും അനിയത്തിയും മക്കളും ആദ്യമേ ഇരുന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളിരുന്ന് കഴിച്ച്. ഇവളുമാരൊക്കെ ലാസ്റ്റായി പോയിരുന്നത്. നമ്മളവിടെ നിന്ന് ഇറങ്ങി കഴിച്ചിട്ട് വെയിറ്റിംഗ് ഷെഡിൽ വന്ന് നിന്നപ്പം നാത്തൂനും ഭർത്താവും കൂടെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നാത്തൂൻ താമസിച്ചു പോയി വരാനായിട്ട്. നമ്മളവിടെ നിന്ന് അപ്പോൾ അവൾ പറയുന്നതോ സജീന വീഡിയോ എടുക്കുന്നെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ച്
ആ സമയത്ത് തന്നെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് 2:20 ബസ് തന്നെ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ സമയത്ത് വീടെത്തി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നാളത്തെ വീഡിയോ കാണും വരെയും അസ്സലാമു അലൈക്കും.